റിപ്പോർട്ടർ ബ്രേക്കിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൈവിടാതെ KPCC. നിലവിൽ MLA സ്ഥാനം രാജിവെക്കേണ്ടെന്നാണ് തീരുമാനം. മുഖം രക്ഷിക്കാൻ പേരിന് സസ്പെൻഡ് ചെയ്യാനാണ് നീക്കം. എന്നാൽ നടപടിയിൽ ഉറച്ചു നിൽക്കുകയാണ് മുതിർന്ന നേതാക്കൾ. വിഷയം ദേശീയ തലത്തിലും BJP ആയുധമാക്കിയതോടെ കോൺഗ്രസ് വെട്ടിലായിരിക്കുകയാണ്. ഹൈക്കമാൻഡ് നിലപാട് നിർണായകമാണ്. അതേസമയം പരസ്യമായി രാഹുലിനെതിരെ നിലപാടെടുത്ത ഉമാ തോമസ് ഉൾപ്പെടെയുള്ള വനിതാ നേതാക്കൾക്ക് നേരെ സൈബർ ആക്രമണം രൂക്ഷവുമാണ്. രാഹുൽ പത്തനംതിട്ടയിലെ വീട്ടിൽ ഇപ്പോഴും തുടരുന്നു. റോഷിപാലും നോബൽ മാരിക്കാരനും പ്രവീൺ പുരുഷോത്തമനും അർജുൻ ഭട്ടന്നൂരും തത്സമയം നമുക്കൊപ്പം ചേരും. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, വെരി വെരി ഗുഡ് മോർണിംഗ്. ആദ്യം നമുക്ക് റോഷിയിൽ നിന്ന് തന്നെ തുടങ്ങാം. റോഷി, ഉപതെരഞ്ഞെടുപ്പിന്റെ ഭീതിയാണ് പാർട്ടിയെ കൊണ്ട് ഇങ്ങനെയൊരു തീരുമാനം എടുപ്പിക്കുന്നത്. MLA സ്ഥാനം രാജിവെക്കണമെന്ന നിലപാട് ഇപ്പോഴും മുതിർന്ന നേതാക്കൾ ഉള്ളപ്പോഴും നിയമോപദേശം ലഭിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ ഒരുപക്ഷെ ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യതയുണ്ട്. ആ ഉപതെരഞ്ഞെടുപ്പിൽ ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ കോൺഗ്രസിന് പരാജയ ഭീതിയുമുണ്ട്. അതാണോ ഇപ്പോൾ രാഹുലിനെ കൈവിടാതിരിക്കാനുള്ള പ്രധാന കാരണം? അതിൽ മുതിർന്ന നേതാക്കൾക്ക് അമർഷമുണ്ടെന്നറിയുന്നു, വനിതാ നേതാക്കൾക്ക് അമർഷമുണ്ടെന്നറിയുന്നു. പക്ഷേ എങ്കിലും രാഹുലിനെ കൈവിടില്ല എന്ന സൂചനയാണോ ഇപ്പോൾ ലഭിക്കുന്നത്? രാഹുൽ, റോഷി. അരുൺകുമാർ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് സംസ്ഥാന ഘടകമുള്ളത്. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഇതേ നിലപാടല്ല. കാരണം സംസ്ഥാനത്തെ ഏതാണ്ട് എല്ലാ മുതിർന്ന നേതാക്കളും മുൻ KPCC അധ്യക്ഷന്മാരടക്കം രാഹുൽ മാങ്കൂട്ടത്തിലിനെ MLA പദത്തിൽ നിന്നും പുറത്താക്കണമെന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അല്ലെങ്കിൽ അടുത്ത തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് വനിതാ നേതാക്കൾ ഒന്നടങ്കം പരസ്യമായി നിലപാട് സ്വീകരിച്ച ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് KPCC അധ്യക്ഷൻ തന്നെ ഓരോ നേതാക്കളുടെ അഭിപ്രായം ആരാഞ്ഞത്. അതിനുശേഷമാണ് മറ്റൊരു തരത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് ഭീതി പരത്തിക്കൊണ്ട് രാഹുലിനെ സംരക്ഷിക്കുന്നത്, അത് മറയാക്കി സംരക്ഷിക്കുന്നു എന്നാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ വിമർശനം ഉയർത്തുന്നത്. കാരണം 8 മാസത്തിനപ്പുറത്താണ് പൊതു തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. അതിനിടയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യത നന്നേ കുറവാണെന്ന് നേതാക്കൾ അഭിപ്രായപ്പെടുന്നു. ഏതായാലും അത് അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. വേണമെങ്കിൽ അവർക്ക് തെരഞ്ഞെടുപ്പ് നടത്താം. പക്ഷേ അവിടെ തെരഞ്ഞെടുപ്പ് നടത്തി പരാജയപ്പെട്ടാൽ പോലും ഇപ്പോൾ രാഹുലിനെ പുറത്താക്കിയില്ലെങ്കിൽ വലിയ തിരിച്ചടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നതാണ് കോൺഗ്രസിന്റെ വലിയൊരു വിഭാഗം നേതാക്കൾ നൽകുന്ന മുന്നറിയിപ്പ്. കാരണം പാലക്കാട്ടേക്ക് ഇനി രാഹുൽ മാങ്കൂട്ടത്തിലിന് പോവുക അത്ര എളുപ്പമായിരിക്കില്ല. മാത്രവുമല്ല, അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയം അത് എതിരാളികൾ ആയുധമാക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അവിടെയൊക്കെ പ്രതിരോധം തീർക്കേണ്ടി ഇവർ. നേരെ മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പദം രാജിവെച്ചാൽ തൽക്കാലത്തേക്ക് കോൺഗ്രസിന് രക്ഷപ്പെടാം. മാത്രവുമല്ല, എതിരാളികൾക്കെതിരെ പുതിയ ആയുധം ലഭിക്കും. കാരണം അപ്പുറത്ത് MLA മാർ എന്തുകൊണ്ട് രാജിവെച്ചില്ല എന്ന ചോദ്യം കോൺഗ്രസിന് ഉയർത്താൻ കഴിയും എന്നാണ് രാഹുൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്ന നേതാക്കൾ പറയുന്നത്. പക്ഷേ ഇപ്പോഴും പ്രധാനപ്പെട്ട ചില നേതാക്കൾക്കെങ്കിലും രാഹുലിനോട് ഒരു മൃദു സമീപനമുണ്ട്. ആ മൃദു സമീപനമാണ് രാഹുൽ മുതലെടുക്കുന്നത്. മാത്രവുമല്ല, ഈ സാഹചര്യത്തിൽ തന്നെ രാഹുൽ പുറത്തു വന്ന് പ്രതിരോധം തീർക്കാനുള്ള ശ്രമം നടത്തുന്നു. സാമൂഹ്യ മാധ്യമത്തിലടക്കം പ്രതിരോധം തീർക്കാനും കടന്നാക്രമിക്കാനുള്ള ശ്രമം നടക്കുന്നു. അതിലൊക്കെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെ കടുത്ത അസംതൃപ്തിയുണ്ട്. രാജിവെക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നു. അരുൺകുമാർ. ഓക്കെ, ഇതില് റോഷി, ഒരു പ്രധാന കാര്യമുള്ളത് ജനപ്രാതിനിധ്യ നിയമത്തിലെ 181A വകുപ്പ് പ്രകാരം 1 വർഷം കാലാവധി ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ മാത്രമാണ് അവിടേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യഥാർത്ഥത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടത്. ഉപതെരഞ്ഞെടുപ്പിന് 1 വർഷത്തിൽ കുറയാത്ത കാലാവധി വേണം ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റിൽ. പക്ഷേ ഇവിടെ അങ്ങനെയില്ല. ഇവിടെ 8-9 മാസം മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹരിയാനയിലും ഒക്കെ മറ്റു ചില കേസുകളിൽ എടുത്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 1 വർഷത്തിൽ താഴെയാണെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപതെരഞ്ഞെടുപ്പ് നടത്തിയ ചരിത്രമുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതാക്കളെ ഭീതിയിലാഴ്ത്തുന്നത്. പക്ഷേ പ്രശ്നം എന്തെന്ന് വെച്ചാൽ KC വേണുഗോപാലിന്റെ ഭാര്യ ഡോക്ടർ ആശ പോലും ഇയാളെ സ്ത്രീകൾ ഭയക്കുന്നു എന്ന് പറഞ്ഞ് പോസ്റ്റിട്ട ഒരു നാടാണ്. അവിടെ എങ്ങനെയാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാലും ഇയാൾ MLA ആയി തുടരുന്നതിൽ ന്യായീകരണം കണ്ടെത്താൻ കഴിയുക? അത് കോൺഗ്രസിനെ കുഴയ്ക്കുന്നില്ലേ? നേതാക്കളെ കുഴയ്ക്കുന്നില്ലേ? മാധ്യമങ്ങൾക്ക് മുന്നിൽ നേതാക്കൾ വരാൻ പറ്റുമോ റോഷി? അരുൺകുമാർ, മാങ്കൂട്ടത്തിലിന്റെ ലൈംഗിക അതിക്രമത്തിനിരയായ പെൺകുട്ടികൾക്ക് സംരക്ഷണം ഒരുക്കണമെന്ന നിലപാടെടുത്ത, സ്ത്രീപക്ഷ നിലപാടെടുത്ത PT തോമസ് MLA-യുടെ സഹധർമ്മിണിയായ ഉമാ തോമസ് MLA, KC വേണുഗോപാലിന്റെ ഭാര്യ ആശ, അതിനു പുറമെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ നേതാക്കളായ ബിന്ദു കൃഷ്ണ, അങ്ങനെ തുടങ്ങിയ യു.ഡി.എഫിനെ പിന്തുണയ്ക്കുന്ന MLA KK രമ അടക്കമുള്ള വനിതാ നേതാക്കൾക്കൊന്നും രക്ഷയില്ലാത്ത സാഹചര്യം. എന്തിന്
പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ പോലും രൂക്ഷമായ സൈബർ ആക്രമണമാണ്. രമേശ് ചെന്നിത്തല, VM സുധീരൻ, K മുരളീധരൻ അങ്ങനെ തുടങ്ങിയ പരസ്യ നിലപാടെടുത്ത എല്ലാവരെയും കടന്നാക്രമിക്കുകയാണ്. ഒരു സൈബർ കൊട്ടേഷന് സമാനമായ രീതിയിലാണ് ഇവർക്കെതിരെ അസഭ്യവർഷം ചൊരിയുന്നത്. കോൺഗ്രസിന്റെ ഏറ്റവും വലിയ കേരളത്തിലെ നേതാവ്, രാജ്യത്തെ നേതാക്കളിൽ ഒരാളാണ് മലയാളിയായ KC വേണുഗോപാൽ. ആ KC വേണുഗോപാലിന്റെ കുടുംബത്തിന് പോലും നിലപാടെടുത്തതിന്റെ പേരിൽ രക്ഷയില്ല എന്ന സാഹചര്യമാണ്. ആ തരത്തിലേക്ക് ഈ രാഹുൽ പക്ഷം വളർന്നിരിക്കുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ വളർന്നിരിക്കുന്നു എന്നതാണ്. ഇത് സൈബർ കൊട്ടേഷനാണെന്ന് നേതാക്കൾ ആരോപണം ഉയർത്തുന്നുണ്ട്. നേരത്തെ പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാട്, ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ സ്ത്രീപക്ഷ നിലപാടെടുക്കുന്നവരെ സൈബർ ആക്രമണം നടത്തിയാൽ അവർ പാർട്ടിയിൽ ഉണ്ടാകില്ലെന്ന്. ഏതായാലും ഈ സൈബർ ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി പ്രതിപക്ഷ നേതാവ് ഈ കാര്യത്തിൽ എടുക്കുന്ന നിലപാട് നിർണായകമാണ്. കോൺഗ്രസ് ഇതിന് ഉത്തരം പറയേണ്ടി വരിക തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലാണ്. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ് രാഹുലിന് രക്ഷപ്പെടാൻ അവസരം നൽകിയാൽ മാങ്കൂട്ടത്തിന് എതിരെ ഉയർന്ന ഈ ലൈംഗിക ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ LDFും BJPയും ഒരുപോലെ ആയുധമാക്കും. നോബലിലേക്ക് ഒന്ന് പോകണം. ഞാൻ അതിനുശേഷം തിരിച്ചു വരാം. റോഷി തുടരണം. ഞാൻ ഒന്ന് നോബലിലേക്ക് പോയി വരാം. നോബൽ ഡൽഹിയിലാണ്. നോബൽ, ഗുഡ് മോർണിംഗ്. നോബൽ, ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ് പ്രധാനം. ആദ്യഘട്ടത്തിൽ ഹൈക്കമാൻഡ് എടുത്ത തീരുമാനം ദീപദാസ് മുൻഷിയൊക്കെ പറയുന്നത് പാർട്ടിയുടെ യുവജന സംഘടനയിൽ നിന്ന് അദ്ദേഹം അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു. ഇനി അതുകൊണ്ട് അവിടെ അവസാനിച്ചു എന്നുള്ളതാണ്. ചാപ്റ്റർ ക്ലോസ്ഡ് എന്ന രീതിയിലാണ് ആദ്യം പറഞ്ഞതെങ്കിലും പിന്നീടാണ് അതിന്റെ കുഴപ്പം മനസ്സിലായത്. മാത്രമല്ല, ഇന്നലെ BJP രാഹുൽ മാങ്കൂട്ടത്തിലെയും രാഹുൽ ഗാന്ധി ഒരുമിച്ച് നിർത്തി രാഹുൽ ആൻഡ് രാഹുൽ എന്ന പേരിൽ ഒരു വലിയ പോസ്റ്റ് കൂടി ഇട്ടു. അതോടുകൂടി രാജ്യത്ത് വലിയ ചർച്ചയായി. എല്ലാ ദേശീയ മാധ്യമങ്ങളും രാഹുൽ ഗാന്ധിയുടെ ബീഹാർ യാത്രയ്ക്ക് പകരം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാത്രി യാത്രകളാണ് ചർച്ചയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് കോൺഗ്രസിനെ യഥാർത്ഥത്തിൽ വെട്ടിലാക്കിയിരിക്കുകയല്ലേ? ദേശീയ തലത്തിൽ കോൺഗ്രസിനും ഇനി BJPക്ക് മുന്നിൽ ഈ വിഷയത്തിൽ പ്രതിരോധം തീർക്കേണ്ടി വരുന്ന സാഹചര്യമല്ലേ നോബിൾ? അരുൺ, വെരി ഗുഡ് മോർണിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം സംസ്ഥാനത്തിന് അപ്പുറം ദേശീയ തലത്തിൽ കോൺഗ്രസിന് വലിയ തലവേദന ആയിക്കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യമാണ്. സൈബർ ഇടങ്ങളിൽ വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് വലിയ അത്തരത്തിലുള്ള ശക്തമായ പ്രതിരോധം കോൺഗ്രസ് തീർക്കേണ്ടി വരുന്ന സാഹചര്യം ഇതിനോടകം തന്നെ വന്നു കഴിയുകയും ചെയ്തു. പ്രത്യേകിച്ച് BJPയുടെ പ്രധാനപ്പെട്ട ഹാൻഡിലുകളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ, രാഹുൽ ഗാന്ധിയും രാഹുൽ മാങ്കൂട്ടവും ഒരുമിച്ച് നിൽക്കുന്ന പോസ്റ്റുകൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നിരന്തരമായി പ്രചരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രത്യക്ഷ സമരത്തിലേക്ക് കൂടി അവർ കടക്കുക എന്ന സാഹചര്യം എത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും നേരത്തെ ഈ പ്രജ്വൽ രേവണ്ണ വിഷയം എങ്ങനെയാണോ കോൺഗ്രസ് ദേശീയ തലത്തിൽ കൈകാര്യം ചെയ്തത്, അതേ രീതിയിൽ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയവും BJP കൈകാര്യം ചെയ്യാൻ ഒരുങ്ങുന്നു എന്ന സൂചനകൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. പോഷക സംഘടനകളായ ABVP അടക്കമുള്ള സംവിധാനങ്ങളും ഈ പ്രതിഷേധം ഏറ്റെടുത്തു കഴിഞ്ഞു. അവരും ഇതുമായി ബന്ധപ്പെട്ട ബാക്കി നടപടികളിലേക്ക് പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. സ്വാഭാവികമായും ഹൈക്കമാൻഡ് കൂടുതൽ പ്രതിഷേധത്തിലും സമ്മർദ്ദത്തിലുമാണ് എന്ന യാഥാർത്ഥ്യമാണ്. കാരണം ഒരു വശത്ത് രാഹുൽ ഗാന്ധി ഈ വോട്ടുകോള ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ വോട്ടുകോളയ്ക്ക് എതിരെ വലിയ പ്രതിഷേധം നടത്തുമ്പോൾ അതൊന്നും വാർത്തയാകാതെ മറിച്ച് ഇത്തരത്തിലൊരു MLA നടത്തിയ അദ്ദേഹത്തിൻ്റെ ലൈംഗിക അതിക്രമം അടക്കമുള്ള കാര്യങ്ങൾ വാർത്തയിലേക്ക് വരുന്നത് പാർട്ടിക്ക് ഒട്ടും ശുഭകരമല്ല. ഇത് വലിയ അതൃപ്തി പാർട്ടിക്കകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ എന്ത് തീരുമാനമായിരിക്കും വരാൻ പോകുന്നത് എന്ന് ഏറ്റവും നിർണായകമാണ്. നേരത്തെ ആരും സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നൊരു നിലപാട് ഹൈക്കമാൻഡ് ഉണ്ടായിരുന്നു. അതാണ് ദീപദാസ് മുൻഷി അന്ന് പറയുകയും ചെയ്തത്. പക്ഷേ ആ നിലപാട് പറഞ്ഞതിന് ശേഷം കേരള രാഷ്ട്രീയത്തിലുണ്ടായ മാറ്റങ്ങൾ ഹൈക്കമാൻഡിനെ വീണ്ടും ഇക്കാര്യത്തിൽ പുനഃചിന്തനത്തിന് വഴിവെച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. ഇന്നലെ അതിൽ നിന്ന് മാറി രാജിയെങ്കിൽ രാജ്യ നിലയിൽ കാര്യങ്ങൾ മാറട്ടെ എന്നൊരു നിലപാട് ഹൈക്കമാൻഡ് എടുത്തിരുന്നു. പക്ഷേ അങ്ങനെ തീരുമാനം എടുക്കുമ്പോഴും സംസ്ഥാനത്തെ നേതാക്കൾ വ്യക്തിപരമായി പറഞ്ഞ അഭിപ്രായങ്ങൾക്കപ്പുറം അത് റിപ്പോർട്ടായി തന്നെ ഹൈക്കമാൻഡ് വരേണ്ടതുണ്ട്. അത്തരത്തിൽ റിപ്പോർട്ട് വന്നെങ്കിൽ മാത്രം അതിലൊരു തീരുമാനം എടുത്തു പോയാൽ മതി എന്നാണ് ഹൈക്കമാൻഡ് നിലപാട്. അതിനപ്പുറം വ്യക്തിപരമായ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ടൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഒരു പക്ഷേ പഴിയേക്കേണ്ടി വരുമോ എന്നൊരു ആശങ്കയുണ്ട്. എന്താണെങ്കിലും രാജി എന്നതിൽ ഹൈക്കമാൻഡിനും മറ്റ് എതിരഭിപ്രായങ്ങൾ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ എങ്കിൽ പോലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ KPCC അടക്കം എടുക്കുന്ന റിപ്പോർട്ട് കൂടി ആ തീരുമാനം കൂടി അനുസരിച്ച് മാത്രമായിരിക്കും ഇതിലൊരു തീരുമാനം എടുക്കുകയുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ മുകേഷിന്റെ കാര്യം ഉയർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് ഈ വിഷയം, മുകേഷ് അടക്കമുള്ള MLA മാർ രാജിവെച്ചില്ലല്ലോ എന്ന് ചോദിച്ചാണ് ഇതിനെ പ്രതിരോധിക്കുന്നതെങ്കിൽ ദേശീയ തലത്തിൽ ബ്രിജ്ഭൂഷൺ ശരത് സിംഗും ഗുസ്തി താരങ്ങളുടെ പരാതിയൊക്കെ ഉയർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് ഈ വിഷയത്തെ BJPക്കെതിരെ പ്രതിരോധിക്കുന്നത്. അന്ന് ബ്രിജ്ഭൂഷൺ MP സ്ഥാനം രാജിവെക്കുക അല്ലെങ്കിൽ അത്തരത്തിൽ നടപടികളൊന്നും ഉണ്ടായില്ല. അദ്ദേഹത്തെ പൂർണ്ണമായും BJP സംരക്ഷിക്കുകയാണ് ചെയ്തത്. പിന്നെ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഇത്തരത്തിലൊരു നടപടി എന്ന മറുചോദ്യം കോൺഗ്രസ് ദേശീയ തലത്തിലും ചോദിക്കുന്നു. പക്ഷേ ചോദ്യങ്ങൾ ദുർബലമാകും. പ്രത്യേകിച്ച് ഒരു വശത്ത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഈ വരുന്ന ദിവസങ്ങളിൽ അതിന്റെ സമാപനം അടക്കമുള്ള വലിയ ചടങ്ങുകൾ, വലിയ പരിപാടികളിലേക്ക് പോകാൻ പോകുന്നു. ആ പശ്ചാത്തലം കൊണ്ട് അത് മാത്രമല്ല, നാളെ മുതൽ പ്രിയങ്ക ഗാന്ധി യാത്രയ്ക്കൊപ്പം ചേരുകയാണ്. അതോടൊപ്പം തന്നെ മറ്റന്നാൾ MK സ്റ്റാലിൻ എത്തുന്നു. മുഖ്യമന്ത്രിമാർ ഓരോരുത്തരായി ഈ യാത്രയുടെ ഭാഗമാകാൻ പോകുന്നു. അത്തരത്തിൽ വലിയ ഒരു ഇവന്റിലേക്ക് കോൺഗ്രസ് പോകുമ്പോഴാണ് ദേശീയ തലത്തിൽ ഒരു MLA പേരിൽ ലൈംഗിക പീഡനം അടക്കമുള്ള വിഷയങ്ങൾ പാർട്ടിക്കെതിരെ ആയുധമാകും. സ്വാഭാവികമായും കോൺഗ്രസ് പ്രതിരോധത്തിലാണ്. പക്ഷേ ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിന്
അനുസരിച്ച് മാത്രമായിരിക്കും ഇവിടെ ഒരു തീരുമാനം ഉണ്ടാകുകയുള്ളൂ. അതാണ് സംസ്ഥാനത്ത് KPCC എടുക്കുന്ന തീരുമാനം പ്രധാനപ്പെട്ടതാണ്. KPCC ആകെ കുഴങ്ങി നിൽക്കുന്നത് ഈ ഒരൊറ്റ ചോദ്യത്തിലാണ്. ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായ പെട്ടുപോകുമോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ പ്രവീണിലേക്ക് കൂടി വരാം. അർജുൻ തുടരണം.